ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്കുകൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, അതുപോലെ ഒരു സ്റ്റോക്കിൽ ലോസ് വന്നു കഴിഞ്ഞാൽ അത് ലോസ് ഇല്ലാതെ എങ്ങനെ റിക്കവർ ചെയ്യണം. മെജോറിറ്റി ട്രേഡേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്. ഇത് ഞാൻ പറയാൻ കാരണം എനിക്ക് വരുന്ന മെസ്സേജുകൾ ഇങ്ങനെയുള്ളവയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ABC ഇങ്ങനെ 3 സ്റ്റോക്കുകൾ. ഈ 3 സ്റ്റോക്കുകളിൽ എൻ്റെ ക്യാപിറ്റൽ ലോക്കായിപ്പോയി. അപ്പോഴും ഞാൻ മറ്റൊരു നല്ല സ്റ്റോക്ക് കണ്ടു. അത് നമ്മുടെ വീഡിയോയിൽ കൂടെ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് അവർക്ക് കിട്ടുന്നതായിരിക്കാം. ആ സ്റ്റോക്ക് D ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ D എന്ന് പറയുന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്യാഷ് ഇല്ല. പിന്നീട് നമ്മൾ മറ്റൊരു സ്റ്റോക്ക് കണ്ടു, E എന്ന് പറയുന്ന മറ്റൊരു സ്റ്റോക്ക് കണ്ടു. അതും വളരെ നല്ല സ്റ്റോക്കാണ്. ഈ 3 സ്റ്റോക്കിനെ കഴിഞ്ഞ് ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റോക്കാണ്. പക്ഷേ ഇതിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല. ഈ പ്രോബ്ലം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു മെത്തേഡ്, ഇതിലേതെങ്കിലും ഒരു സ്റ്റോക്ക് ലോസിൽ വിൽക്കുകയും ആ പൈസ D എന്ന് പറയുന്ന ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു ലോസ് വരും. അത് മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം, ഈ D എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മുടെ എക്സ്പെക്റ്റേഷന് വിപരീതമായിട്ട് താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ലോസ് വരും. അപ്പോൾ ഈ ലോസ് നമുക്കൊരു പെർമനൻ്റ് ആയിട്ട് ലോസ് ബുക്ക് ചെയ്ത പോലെ ആകും. ഇത് ഓവർകം ചെയ്യാൻ മാർഗ്ഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് ഓവർകം ചെയ്യാൻ മാർഗ്ഗമുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്തിട്ട് അത് പ്രോഫിറ്റിലേക്കോ ലോസിലേക്കോ പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ടെൻഷനില്ല. എന്തായാലും മെജോറിറ്റി സ്റ്റോക്കുകളും പ്രോഫിറ്റിലേക്ക് തന്നെ പോകും. അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. കുറച്ച് സ്റ്റോക്കുകൾ ലോസിലേക്ക് പോകും. അത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ മെത്തേഡാണ്. ഇത് ഏതെങ്കിലും ബുക്കിൽ നിന്ന് എടുത്തതോ മറ്റോ അല്ല. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാം. അത് മാത്രവുമല്ല, ഓരോരുത്തരുടെയും ഇൻ്റലിജൻസ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയും വേണം. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് യോജിച്ച ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് വന്ന മെസ്സേജുകൾ ഞാൻ കാണിക്കുന്നില്ല, ഒരുപാട് മെസ്സേജുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം പ്രോബ്ലം ഇതാണ്. നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. സ്വന്തമായിട്ട് എനിക്ക് എത്ര സ്റ്റോക്കുകൾ അനലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും? എല്ലാവർക്കും പറ്റുമല്ലോ. ക്രിറ്റീരിയ എന്തുമായിക്കോട്ടെ, സ്ട്രാറ്റജി എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റോക്കുകൾ അനലൈസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ എവിടുന്നെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ള സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റോക്കിൻ്റെ റെക്കമെൻഡേഷൻ കാര്യങ്ങളും കിട്ടുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ സ്റ്റോക്ക് എടുക്കുന്നുണ്ടോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് മതി. ഒന്നെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റോക്ക് എടുക്കുന്നു, അല്ല എങ്കിൽ മറ്റ് സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നു. എന്താണെങ്കിലും നിങ്ങൾ സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. ആ സ്റ്റോക്കുകളിൽ എത്ര സ്റ്റോക്കുകൾ പ്രോഫിറ്റിലേക്ക് പോകുന്നുണ്ട്? അതാണ് ഇവിടെ മെയിൻ ക്വസ്റ്റ്യൻ. എത്ര സ്റ്റോക്കുകൾ പ്രോഫിറ്റിലേക്ക് പോകുന്നുണ്ട്, എത്ര ലോസിലേക്ക് പോകുന്നുണ്ട്? അല്ലെങ്കിൽ എല്ലാ സ്റ്റോക്കുകളും പ്രോഫിറ്റിലേക്കാണോ പോകുന്നത്? എല്ലാ സ്റ്റോക്കുകളും പ്രോഫിറ്റിലേക്കാണോ പോകുന്നത് എന്നുള്ള ക്വസ്റ്റ്യന് ഉത്തരം എല്ലാവർക്കും തന്നെ നോ എന്നായിരിക്കും. മിക്കവാറും എല്ലാവർക്കും കേട്ടോ. എക്സെപ്ഷൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ എടുക്കുന്ന സ്റ്റോക്കുകളെല്ലാം നമുക്ക് പ്രോഫിറ്റിലേക്ക് പോകുന്നില്ല. അത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് എങ്കിൽ എത്ര ശതമാനം പ്രോഫിറ്റിലേക്ക് പോകുന്നുണ്ട്? ഇത് കറക്റ്റ് കണക്കല്ല, അപ്രോക്സിമേറ്റ്ലി കിട്ടിയാൽ മതി. 50% ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 10 സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ 5 സ്റ്റോക്കെങ്കിലും പ്രോഫിറ്റിലേക്ക് പോകുന്നുണ്ടോ? മിക്കവരുടെ ഉത്തരം 5 സ്റ്റോക്ക് ആയിരിക്കില്ല, അതിൽ കൂടുതൽ 7 സ്റ്റോക്ക് 8 സ്റ്റോക്ക്, എൻ്റെയൊക്കെ ഒരു കാറ്റഗറിയിൽ ഒരു 8 സ്റ്റോക്കോളം പോകുന്നുണ്ട് എന്നാണ്. അത് ചിലപ്പോൾ 9 പോകാം, ചിലപ്പോൾ അത് 6 ആകുള്ളൂ. അപ്പോൾ ഓൺ ആൻഡ് ആവറേജ് ഒരു 7 to 8 സ്റ്റോക്കുകൾ പ്രോഫിറ്റിലേക്ക് പോകുന്നുണ്ട്. ഈ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വളരെ സുഖമാണ്. നമ്മൾ ഇതിലേക്ക് വരണം. അപ്പോൾ ഈ 7 to 8 സ്റ്റോക്കുകൾ നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ 10 എടുത്താൽ 7 to 8 സ്റ്റോക്കുകൾ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നു. ബാക്കി 2 മുതൽ 3 സ്റ്റോക്കുകൾ നമ്മൾ ലോസ് ആണ്. അതായത് നമ്മൾ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ലോസ് ആകും. അപ്പോൾ ഈ ലോസ് ഉള്ള സ്റ്റോക്കുകൾ മാത്രം നമ്മൾ ഈ ലോസ് ഇല്ലാതെ റിക്കവർ ചെയ്താൽ മതി. ഇതിനായിട്ട് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം 10 സ്റ്റോക്കുകൾ നമ്മൾ എടുക്കണം. അതല്ലാതെ ഇതുപോലെ 3 സ്റ്റോക്കുകളല്ല നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനൊക്കെ ആദ്യമേ 10 സ്റ്റോക്കുകൾ എടുക്കണം എന്ന് കരുതി തന്നെയാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. ആദ്യഘട്ടം അങ്ങനെയല്ലായിരുന്നു, സ്റ്റാർട്ടിങ്ങിലൊക്കെ അങ്ങനെയല്ലായിരുന്നു. ഒരു 10,000 രൂപ ഇട്ടാണ് വരുന്നത്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞാൻ ഇട്ട സ്റ്റോക്ക് അദാനി പവറാണ്. അതിൻ്റെ പ്രൈസ് 20-നും 30-നും ഇടയ്ക്കായിരുന്നു. 23 എൻ്റെ ഓർമ്മ. 20-നും 30-നും ഇടയ്ക്കായിരുന്നു ഞാൻ അദാനി പവറിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ. ആദ്യത്തെ ഞാൻ ഓർക്കുന്നുണ്ട് 32 ആയിരുന്നു.
പിന്നീട് ആ സ്റ്റോക്ക് താഴേക്ക് പോയി 20-നും 30-നും 18-നൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദാനി പവറിൻ്റെ വില എത്രയാണ്? ഇതാണ് അദാനി പവറിൻ്റെ ചാർട്ട്. 420-ന് മുകളിലേക്ക് സ്റ്റോക്ക് പോയായിരുന്നു. ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് 360-ലാണ്. അന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. 10-12 വർഷം മുമ്പുള്ള കാര്യമാണ്. അന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്റ്റോക്കിലാണ്. പക്ഷേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ സ്റ്റോക്ക് വളരെയധികം താഴേക്ക് പോയി. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്ത് ഏറ്റവും കുറഞ്ഞ 10 സ്റ്റോക്കിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. 10 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ക്യാപിറ്റൽ ഡിവൈഡ് ചെയ്യണം. ഇത് പല മെത്തേഡുകളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ മറ്റ് സോഴ്സിൽ നിന്നല്ല ഈ മെത്തേഡുകൾ എടുക്കുന്നത്. നമ്മുടെ തന്നെ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ഈ മെത്തേഡ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ 10 സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ല എങ്കിൽ 15, 20. ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഒരു 100-ൻ്റെ അടുത്ത് സ്റ്റോക്കുകൾ ഉണ്ടാകാം. ഏകദേശം ഒരു അക്കൗണ്ടിൽ തന്നെ 35 സ്റ്റോക്കുണ്ട്. മറ്റേ അക്കൗണ്ടിൽ കുറേ എണ്ണിയിട്ടില്ല. വേറെ അക്കൗണ്ടിൽ 1-2 അക്കൗണ്ടിന് സ്റ്റോക്കുണ്ട്. ഏകദേശം ഒരു 100-ൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാകാം. അപ്പോൾ തുടക്കത്തിൽ അത്രയും വേണമെന്നില്ല. എന്നാലും ഏറ്റവും കുറഞ്ഞത് എത്ര സ്റ്റോക്കുകൾ വേണം? 10 സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ക്യാപിറ്റൽ 1 ലക്ഷമാണ് എന്ന് കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഓരോ സ്റ്റോക്കിലും ഞാൻ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഓരോ സ്റ്റോക്കിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട തുക എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ഇങ്ങനെ 10 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ക്യാപിറ്റൽ മൊത്തം തീരും. അത് 1 ലക്ഷം രൂപയാണ്. ഇനിയിപ്പോൾ ഈ 1 ലക്ഷം രൂപ ഇല്ല, എൻ്റെ കയ്യിൽ 50,000 രൂപയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ 10 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു സ്റ്റോക്കിൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? 5,000 രൂപയാണ്. ഇപ്പോൾ ഈ ലോജിക്ക് മനസ്സിലായോ? ഒന്നാമത്തെ മെത്തേഡേ നമ്മളായിട്ടുള്ളൂ. ഒന്നാമത്തെ മെത്തേഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ കയ്യിൽ തുക കുറയും തോറും നമുക്ക് ചെറിയ റിസ്ക്കും കൂടുതൽ റിവാർഡുമുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേത് സ്റ്റോക്കുകളാണ്? അങ്ങനെയുള്ള സ്റ്റോക്കുകളുണ്ട്. ആ സ്റ്റോക്കിന് പറയുക എവർഗ്രീൻ സ്റ്റോക്ക് എന്നാണ്. എവർഗ്രീൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രോഫിറ്റ് തരുന്ന സ്റ്റോക്ക്. എന്നാൽ ഈ സ്റ്റോക്ക് എപ്പോഴും പ്രോഫിറ്റ് തരുമോ? എവർഗ്രീൻ സ്റ്റോക്ക് ആണെങ്കിലും അത് എപ്പോഴും പ്രോഫിറ്റ് തരാനുള്ള സാധ്യതയില്ല. ചില അവസരങ്ങളിൽ ആ സ്റ്റോക്ക് താഴേക്കും പോകാറുണ്ട്. അതെങ്ങനെയൊക്കെ താഴേക്ക് പോയാലും പിന്നീട് അത് മുകളിലേക്ക് കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സ്റ്റോക്കുകൾക്കാണ് നമ്മൾ എവർഗ്രീൻ സ്റ്റോക്ക് എന്ന് പറയുക. അങ്ങനെയുള്ള സ്റ്റോക്കിന് ഒരു ഉദാഹരണം പറയാമോ? ഇഷ്ടമായൊരു ഉദാഹരണം ഉണ്ടല്ലേ. റിലയൻസ് ഒരു എവർഗ്രീൻ സ്റ്റോക്കാണ്. ബജാജ് ഫിനാൻസ് ഒരു എവർഗ്രീൻ സ്റ്റോക്കാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയാണ് ബജാജ് ഫിനാൻസ്. അപ്പോൾ ഞാൻ ബജാജ് ഫിനാൻസിൻ്റെ ചാർട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ അതുപോലെ ചാർട്ടുള്ള സ്റ്റോക്കുകൾ. ഇത് ബജാജ് ഫിനാൻസിൻ്റെ 1 വർഷത്തെ ചാർട്ടാണ്. ഈ ചാർട്ട് കണ്ടാൽ എന്തെങ്കിലും തോന്നുമോ? ഈ ചാർട്ട് കണ്ടാൽ നമുക്കിതൊരു നല്ല സ്റ്റോക്കായിട്ടേ തോന്നില്ല. അതായത് ഇതൊരു എവർഗ്രീൻ സ്റ്റോക്കാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും 1 വർഷത്തെ ചാർട്ട് അത്ര നല്ലതായിട്ട് നമുക്ക് തോന്നില്ല. എന്താണ് അതിനർത്ഥം? എവർഗ്രീൻ സ്റ്റോക്ക് ആണെങ്കിലും ആ സ്റ്റോക്കും താഴേക്ക് പോകുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഓൾ ഡേറ്റ ചാർട്ട് എടുക്കുക. ഓൾ ഡേറ്റ ചാർട്ട് എടുത്തിട്ട് വേണം നമ്മളൊരു സ്റ്റോക്ക് എവർഗ്രീൻ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട്. ഇതാണ് ഇതിൻ്റെ ഓൾ ഡേറ്റ ചാർട്ട്. ഈ സ്റ്റോക്കിൽ കറക്ഷൻ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ കറക്ഷൻ റിക്കവർ ചെയ്ത് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോഴത് ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഹൈ പ്രൈസിന് അടുത്താണ്. അതുപോലെ ഞാൻ ഒരുപാട് സ്റ്റോക്കുകൾ, ഇതുപോലുള്ള സ്റ്റോക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദാനി ഗ്രീനൊക്കെ അതിന് ഉദാഹരണമാണ്. മറ്റൊരു സ്റ്റോക്കാണ് വിനതി ഓർഗാനിക്സ്. മറ്റൊരു സ്റ്റോക്കാണ് നവിൻ ഫ്ലോറിൻ. നവിൻ ഫ്ലോറിനൊക്കെ നമ്മുടെ ചാനലിൽ 2000-ന് താഴെ ബൈ റെക്കമെൻഡേഷൻ വന്നിട്ടുള്ള സ്റ്റോക്കാണ്. ഇപ്പോഴത് നിൽക്കുന്നത് 4600-ന് അടുത്താണ്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റോക്കുകൾ, അതായത് ഗ്രാഫ് തുടർച്ചയായിട്ട് മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കുകളിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സെലക്ഷനിലെ ഒരു മെത്തേഡ് നമുക്ക് മനസ്സിലായി. എന്താണത്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവർഗ്രീൻ സ്റ്റോക്കിലേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ക്യാപിറ്റൽ കുറേ കൂടി കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ മാറ്റും കേട്ടോ. അതായത് നമുക്ക് കുറേ സ്റ്റോക്കുകൾ, ഈ 10 സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ 5-6 സ്റ്റോക്കുകൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000 രൂപയാണ്. 5-6 സ്റ്റോക്കുകളിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു എക്സ്ട്രാ 10,000 രൂപ കിട്ടുന്നു. ആ 10,000 രൂപ ഉപയോഗിച്ച് നമ്മൾ മറ്റൊരു സ്റ്റോക്കിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. നേരത്തെ ബുക്ക് ചെയ്ത ക്യാഷും കൂടി, പ്രോഫിറ്റ് അടക്കമുള്ള ക്യാഷുണ്ട്, അതിന് വീണ്ടും 10,000 രൂപ തന്നെ നമ്മൾ മറ്റ് സ്റ്റോക്കുകളിലേക്ക് കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ ക്യാപിറ്റൽ കൂടി വരുന്നു. അപ്പോഴും നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. ഒരു 2 സ്റ്റോക്കുകൾ അല്ലെങ്കിൽ 3 സ്റ്റോക്കുകൾ നമ്മൾ ലോസിലായിരിക്കും ആ സമയത്തും ഉണ്ടാകുക. 7-8 സ്റ്റോക്കുകളിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കാണും. പക്ഷേ 2-3 സ്റ്റോക്കുകൾ നമുക്ക് ലോസിലായിരിക്കും ഉണ്ടാകുക. ഈ ലോസ് ഒരു പരിധി കൂടുതൽ കൂട്ടാനായിട്ട് അനുവദിക്കരുത്. അങ്ങനെ കൂടിക്കഴിയുമ്പോൾ, നമ്മൾ ഉദ്ദേശിച്ചതിനെ കഴിഞ്ഞും കൂടിയ രീതിയിൽ ഇതിൽ ലോസ് വരുമ്പോൾ നമ്മൾ ഇതിലെ ലോസ് ബുക്ക് ചെയ്യണം. ആ ബുക്ക് ചെയ്യുന്നത് ഒറ്റയടിക്കല്ല. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്ന മെത്തേഡ്. എന്തായാലും നമ്മൾ ഒരു 10 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ സ്റ്റോക്കിൻ്റെ പേരെല്ലാം നമുക്ക്
ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ABC എന്ന് കൊടുക്കുക അല്ലേ. A മുതൽ K വരെയുള്ള 10 സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. എയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി, ഒരു 10% പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇതിൽ മറ്റ് എക്സ്പെൻസുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് 10 എന്നുള്ളത് 11% പ്രോഫിറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റോക്ക് എടുക്കുമ്പോൾ നമ്മൾ എവിടെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം? നമുക്ക് ഒരുപാട് സ്ട്രാറ്റജികളുണ്ടല്ലേ. സപ്പോർട്ടിൽ നിന്ന് മുകളിലേക്ക് വരുന്ന സ്റ്റോക്കുകളുണ്ട്, ബ്രേക്ക് ഔട്ട് നടത്തുന്ന സ്റ്റോക്കുകളുണ്ട്. ബ്രേക്ക് ഔട്ടൊക്കെ നടക്കുമ്പോൾ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്താൽ ഇങ്ങനെ കുത്തനെ താഴെ പോയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡുണ്ട്. സേഫ് പ്ലെയേഴ്സ് അത് ചെയ്യരുത്. നിങ്ങൾ കുറച്ച് ക്യാപിറ്റലൊക്കെ ആയിക്കഴിഞ്ഞ് ആ സംഭവം ചെയ്തോളൂ. മറിച്ച് ഒരു സ്റ്റോക്ക് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ശകലം മുകളിലേക്ക് പോകുന്നു, ചെറിയൊരു കറക്ഷൻ ഇങ്ങനെ വരുന്നു, പിന്നെയും അത് മുകളിലേക്ക് പോകുന്നു, ഇങ്ങനെ വന്ന് ബ്രേക്ക് ഔട്ട് നടത്തുന്ന സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ. ഇത് താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അഥവാ താഴേക്ക് പോയാലും വലിയ രീതിയിൽ താഴേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. മാത്രവുമല്ല ഈ സ്റ്റോക്ക് കുറച്ചെങ്കിലും താഴേക്ക് പോയിട്ട് പിന്നീട് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനും പരിഗണിക്കുക, ഈ സിറ്റുവേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ലോസിനുള്ള സാധ്യത നമുക്ക് കുറയും. അപ്പോൾ എയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി, ബിയിൽ പ്രോഫിറ്റ് കിട്ടി, സിയിൽ നമുക്ക് പ്രോഫിറ്റ് ആയിട്ടില്ല. ഞാനൊരു ഇൻറ്റു മാർക്ക് ഇടാം. ഡിയിൽ പ്രോഫിറ്റ് കിട്ടി, ഇയിൽ പ്രോഫിറ്റ് കിട്ടി, അല്ലെ പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടില്ല. എഫ് നമുക്ക് ലോസിലാണ്, ജി നമുക്ക് ലോസിലാണ്, എച്ചിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി, ഐയിൽ പ്രോഫിറ്റ് കിട്ടി, കെയിൽ പ്രോഫിറ്റ് കിട്ടി. ഇങ്ങനെ എല്ലാം ഒരേ സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എല്ലാത്തിലും ഒരു 10%, 10 എന്നുള്ളത് 11, 12 ഒക്കെ ആകാം. ഈ 11, 12 എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണോ? അല്ല. ആ സ്റ്റോക്ക് ആ ലെവലിലേക്ക് പോകാനുള്ള പൊട്ടൻഷ്യലുള്ള സ്റ്റോക്ക് ആയിരിക്കണം. അങ്ങനെയുള്ള സ്റ്റോക്കിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതെങ്ങനെ മനസ്സിലാക്കാം? അത് ബൈ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കാം. എന്തെങ്കിലും പ്രത്യേകതയുള്ള സ്റ്റോക്കിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. തുടർച്ചയായിട്ട് താഴേക്ക് പോകുന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിൽ എന്തെങ്കിലും പ്രത്യേകം വേണം. ഒന്നെങ്കിൽ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, അതനുസരിച്ച് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, അതൊരു പ്രത്യേകതയാണ്. കൂടിയ പ്രൈസിന് വാങ്ങാൻ ആൾക്കാരുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ വോളിയം ഇൻക്രീസ് ചെയ്യുകയും പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നത് രണ്ട് സിറ്റുവേഷനിൽ ചെയ്യാം. ഒന്ന്, ഇതിൽ ആക്ച്വൽ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് ഇങ്ങനെ പോകാം. രണ്ട്, ഷോർട്ട് കവറിങ് നടക്കുമ്പോഴും ഈ സ്റ്റോക്ക് ഇങ്ങനെ പോകാം. ഫോർ എക്സാമ്പിൾ, എഫ് സെഗ്മെൻറ്റിലൊക്കെയുള്ള സ്റ്റോക്കുകളാണെങ്കിൽ ഈ മോള് ലെവലിൽ വിൽക്കും, ഇവിടെ നമ്മൾ സെല്ല് നടത്തും. സെല്ല് നടത്തിയിട്ട് അതിനൊരു എക്സ്പയറി ഉണ്ട്. എക്സ്പയറി ഡേറ്റ് ആകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഈ സെല്ല് ചെയ്തവരെല്ലാം ബൈ ചെയ്യണം അല്ലേ, ഇവരെല്ലാം കൂടെ ഇവിടെ ബൈ ചെയ്യും. ഇവിടെ ബൈ ചെയ്യുമ്പോൾ ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകും. അപ്പോൾ ഈ വോളിയം ഉണ്ടാകും, അതുപോലെ തന്നെ പ്രൈസും ഇൻക്രീസ് ആയിരിക്കും. പക്ഷേ ഇതൊരു ട്രാപ്പാണ്. ഇത് കുറച്ച് മുകളിലേക്ക് പോയിട്ട് വീണ്ടും ഇത് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബൈ എക്സ്പീരിയൻസിൽ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുറേയൊക്കെ മനസ്സിലാക്കും, കുറേയൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, തുടർച്ചയായിട്ട് മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കുകളിൽ ബ്രേക്ക് ഔട്ട് നടത്തുമ്പോൾ എടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു ഷോർട്ട് കവറിങ് അല്ല, അതൊള്ളി പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ്. അതായത് ഇവിടെ ബ്രേക്ക് ഔട്ട് നടത്തി കുറച്ച് താഴേക്ക് പോയാൽ അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ്, അല്ലാതെ അതൊരു ഷോർട്ട് കവറിങ് അല്ല. അപ്പോൾ അങ്ങനെ എടുക്കാം. എന്നാൽ ചില സ്റ്റോക്കുകൾ വളരെ താഴെ ലെവലിൽ തന്നെ നമുക്ക് ബൈ കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. ഇത് നമ്മൾ ആലോചിക്കുക, ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻ ഉണ്ടാകാം, ഇതിൽ ഏത് സിറ്റുവേഷൻ ആയിരിക്കാം അവിടെ സംഭവിക്കുക എന്ന് ആലോചിക്കുക, എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി കുറേ നാൾ കഴിഞ്ഞു, നമുക്ക് ഇതിലെല്ലാം പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇടുന്നവർ സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് ചെയ്യാം. ഞാൻ സ്റ്റോപ്പ് ലോസ് ഇടാതെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് ജീവിതകാലം മൊത്തം ലോസിലുള്ള സ്റ്റോക്ക് ഞാൻ ക്യാരി ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഡിസിഷൻ തെറ്റി അല്ല എങ്കിൽ ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ ഒരുപാട് സമയം എടുക്കുമെങ്കിലും ഞാൻ ലോസ് ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 10% പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ലോസിലേക്ക് ഒരുപാട് നാൾ നമുക്ക് ഹോൾഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരുപാട് നാൾ നമുക്ക് ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു സിംഗ് ലോ ആയിരിക്കണം. അതായത് ഷോർട്ട് ടൈം ട്രേഡിങ്ങിലൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സിംഗ് ലോ ആയിരിക്കണം. ഇതാണ് ഒരു സിംഗ് എങ്കിൽ ഇതിൻ്റെ ഈ ലോ ആണ് സ്റ്റോപ്പ് ലോസ്. അതും കവർ ചെയ്ത് പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ അത് ബുക്ക് ചെയ്യണം. സ്റ്റോപ്പ് ലോസ് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. പിന്നെ ഞാൻ ആ സ്റ്റോപ്പ് ലോസ് ഇടാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൂടുതൽ ലോസ് വരാനുള്ള സാധ്യതയുണ്ട് ഒരു സ്റ്റോക്കിൽ. എങ്ങനെ ലോസ് വന്നാലും ഇതൊരു ലോസ് സ്റ്റോക്കാണ്. 10,000 രൂപ കൂടുതൽ ഇതിൽ ലോസ് വരില്ല. 50% പോകുക എന്ന് പറയുന്ന റെയർ കേസാണ്. അതായത് മാക്സിമം ഒരു 5,000 രൂപയൊക്കെ ഇത് ലോസിലേക്ക് പോയേക്കാം. അതേസമയം ഇവിടെ ഇതുപോലുള്ള സ്റ്റോക്കുകളിൽ 5 സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഈ ലോസ് കവർ ചെയ്യാനുള്ള പൈസയാവും. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. കുറേ നാൾ ഇട്ട് കഴിഞ്ഞാൽ, കുറേ നാൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് എനിക്കറിയാം. കാരണം ഞാൻ അതൊക്കെ നോക്കിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റോക്കുകൾ ഞാൻ ഒന്നും കൂടി ഒന്ന് എഴുതാം കേട്ടോ, ഫാസ്റ്റായിട്ട് എഴുതാം. ഒരുപാട് എഴുതിയിട്ടേ അവിടെ നിറഞ്ഞു. ഇതിന് ഞാനൊരു 1000 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു.
ബിയിൽ ഞാനൊരു 1000 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സി എനിക്ക് ലോസിലാണ്, ഇത് ലോസിലാണ്. എത്രയാണ് ലോസ്? അത് നമുക്ക് ഏതെങ്കിലും ഒരു ഫിഗർ എടുക്കാം. നമുക്കൊരു 3000 രൂപ ലോസ് എടുക്കാം. 3000 രൂപ ലോസ് എടുക്കാം. ബാക്കി സ്റ്റോക്കുകളെല്ലാം പ്രോഫിറ്റിൽ നിൽക്കുന്നു. നമ്മൾ പ്രോഫിറ്റോ ലോസോ ബുക്ക് ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം പ്രോഫിറ്റിൽ നിൽക്കുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ആകെപ്പാടെ 2000 രൂപ മാത്രമാണ്. സി എന്ന് പറയുന്ന സ്റ്റോക്ക് അതിൻ്റെ പ്രൈസ് 100 രൂപയായിരുന്നു. ഞാനത് 100 എണ്ണമാണ് വാങ്ങിയത്. അങ്ങനെയാണ് 10000 രൂപയ്ക്ക് ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇത് ക്വാണ്ടിറ്റിയാണ്, ഇതതിൻ്റെ പ്രൈസാണ്. ഈ സ്റ്റോക്കിൻ്റെ പകുതി സ്റ്റോക്ക് ഞാൻ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര ലോസ് വരും? 1500 രൂപ ലോസ് വരും. ഈ സ്റ്റോക്കിൻ്റെ 4/1 വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എത്ര ലോസ് വരും? ഏകദേശം ഒരു 4/1, ഒരു 750 രൂപ, ഒരു 750 രൂപ ലോസ് വരും. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ 4/1, അതായത് 25 ക്വാണ്ടിറ്റി ഞാൻ ബുക്ക് ചെയ്യും, ലോസ് ബുക്ക് ചെയ്യും. അപ്പോൾ എനിക്കിവിടെ വരുന്ന ലോസ് എന്ന് പറയുന്നത് 750 ആക്ച്വൽ ലോസ്. 2250 ഇപ്പോഴും അത് ലോസിൽ നിൽക്കുന്നു. പക്ഷേ 3000 ആയിരുന്നു ലോസ്, 2250 ഇപ്പോഴത്തെ ലോസ്. 750 ഞാൻ ലോസ് ബുക്ക് ചെയ്തു. എനിക്കിവിടെ പ്രോഫിറ്റ് 2000 രൂപ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോസ് ഒരു ലോസാണോ? ഈ ലോസ് ഒരു ലോസ് അല്ല. ഈ ലോസ് ഒരു ലോസ് അല്ല. അപ്പോൾ ഞാൻ ഇത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഈ ക്യാപിറ്റൽ കിട്ടി, ഈ ക്യാപിറ്റൽ കിട്ടി, 4/1 ഇതിൻ്റെ ക്യാപിറ്റലും കിട്ടി. ഇനി നമ്മൾ ഡിയിലേക്ക് പോകുന്നു, ഇയിലേക്ക് പോകുന്നു. ഇതെല്ലാം ലോസാണെന്ന് കരുതി. ഇത് ലോസാണ്, ഇത് ലോസാണ്, ഇതൊക്കെ ലോസിൽ നിൽക്കുന്നു. എല്ലാം എന്തായാലും ലോസായില്ലോ. എഫിലേക്ക് പോകുമ്പോൾ അത് പ്രോഫിറ്റാണ്, ആ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം. ജിയിലേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ്, അതായത് അതൊരു 500 രൂപയായിരിക്കും പ്രോഫിറ്റ്. എഫിന് ചിലപ്പോൾ ഒരു 1200 രൂപയായിരിക്കും പ്രോഫിറ്റ്. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ്, അതായത് നമ്മൾ റെസിസ്റ്റൻസ് ലെവലിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ബുക്ക് ചെയ്യണോ വേണ്ടയോ നമ്മൾ അവിടെയാണ് തീരുമാനിക്കുക. അങ്ങനെ ബാക്കിയൊക്കെ പ്രോഫിറ്റ് ഉണ്ട്. ഈ പ്രോഫിറ്റൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുന്നു. ഇതൊക്കെ ഇങ്ങനെ ബുക്ക് ചെയ്ത് വരുമ്പോഴും ലോസിലുള്ള ചെറിയ ലോസുകൾ, അതായത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 10/1 ലോസ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുള്ള മെത്തേഡാണ് ഞാനിവിടെ പറഞ്ഞത്. ലോസ് ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് അധികം പേർക്കും മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞിട്ട്. ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ ക്വാണ്ടിറ്റി അല്ല നമ്മൾ ബുക്ക് ചെയ്യുന്നത്. വേണമെങ്കിൽ ഫുൾ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യാം, നമുക്ക് അതുപോലെ പ്രോഫിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് 10K പ്രോഫിറ്റ് ഉണ്ട്, 10000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഇതിൻ്റെ മാക്സിമം ലോസ് നമുക്കിപ്പോൾ ഫേസ് ചെയ്യുന്നത് 3000 രൂപയാണ് എങ്കിൽ ഓക്കെ, നമുക്ക് ഈ ലോസ് ബുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ഉണ്ടാകും? 7K, 7000 രൂപ പ്രോഫിറ്റ് നമുക്കുണ്ടാകും, പ്രശ്നമില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെയും ഇൻ്റലിജൻസ് അനുസരിച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റോക്ക് സെലക്ഷനെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ എങ്ങനെ നോക്കിയിട്ടും എനിക്ക് എല്ലാ സ്റ്റോക്കുകളും പ്രോഫിറ്റിലേക്ക് വരുന്നില്ല. ലോസിലേക്ക് വരുന്ന സ്റ്റോക്കുകൾ ഞാൻ ഈ മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രോബ്ലങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. പോർട്ട്ഫോളിയോയിൽ ലോസിലുള്ള സ്റ്റോക്ക് ഉണ്ടാകാം, പക്ഷേ നമ്മൾ പ്രോഫിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെയാണ് മറ്റ് എവർഗ്രീൻ സ്റ്റോക്കുകൾ. ചില സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങി വിൽക്കേണ്ട കാര്യമേ ഇല്ല. മാർക്കറ്റ് കണ്ടീഷൻസ് മാറി മറിയും. ഏത് സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് വാങ്ങാൻ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ? അതിന് ഞാനിവിടെ ഒരു ടൂൾ നിങ്ങളെ പരിചയപ്പെടുത്താം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ ടൂളിൻ്റെ പേര് മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് എന്നാണ്. ഇതാണ് മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ്. ഇത് 20 താഴേക്ക് വരുമ്പോൾ സ്റ്റോക്ക് വാങ്ങുക. ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ? ഒരു 2 ദിവസം മുമ്പ് വന്നായിരുന്നു, ഞാൻ നോക്കിയായിരുന്നു. ഇത് 20 താഴേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആ റേഞ്ചിൽ നിൽക്കുമ്പോൾ സ്റ്റോക്ക് വാങ്ങുക. അതുപോലെ തന്നെ ഗ്രീഡ് എന്ന് പറയുന്ന ഭാഗത്ത്, ഈ ഭാഗത്ത് എത്തുമ്പോഴോ 80 മുകളിൽ പോകുമ്പോഴോ സ്റ്റോക്ക് വാങ്ങാതിരിക്കുക. അപ്പോൾ സ്റ്റോക്ക് വാങ്ങാൻ നമുക്ക് ടൈമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വരെ ഇത് 20 താഴെ വന്നാണ്. അന്ന് നമ്മളെടുത്ത സ്റ്റോക്കുകളൊക്കെ പിറ്റൂസി പറന്ന് കയറി 3%, 4% ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സംഭവം മുകളിലേക്ക് വരാൻ സമയമുണ്ട്. ചിലപ്പോൾ അടുത്ത ദിവസം ഇത് കുറച്ച് താഴേക്കൊക്കെ വന്നേക്കാം. അങ്ങനെ ഇത് ഇവിടെ കിടന്ന് കളിക്കും. പക്ഷേ നമുക്ക് സ്റ്റോക്ക് വാങ്ങാൻ ഏറ്റവും നല്ല സമയം എക്സ്ട്രീം ഫിയർ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് സ്റ്റോക്ക് വാങ്ങാൻ പറ്റിയ സമയം. ഇതിങ്ങനെ അതിൻ്റെ ബോർഡറിലേക്ക് വരികയാണ്. ഇത് താഴെ വന്നായിരുന്നു. ഇനി ഇത് മുകളിലേക്ക് കയറി എക്സ്ട്രീം ഗ്രീഡ് എന്ന് പറയുന്ന ഭാഗത്ത് വരും. ആ സമയത്ത് ഒരിക്കലും സ്റ്റോക്ക് വാങ്ങാതിരിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഈ മാർക്കറ്റ് കറക്ഷൻ്റെ പ്രോബ്ലങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും.